അവര് ആവശ്യപ്പെടുന്ന ഒരു 10-150 പേരുടെ സ്ഥലം മാറ്റം ചോദിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഇവരാരും ഒന്നും ചോദിച്ചിട്ടില്ല. ഈ സംഘടന ഒരു ചോദ്യം ചോദിച്ചില്ല. അവരുടെ കുറെ നേതാക്കന്മാർക്ക് ഒരു 10-150 പേർക്ക് സ്ഥലം മാറ്റം കൊടുക്കാനുള്ള പറഞ്ഞാൽ അത് പറ്റില്ല. ആദ്യത്തെ ശമ്പളം 15-ാം തീയതി കഴിഞ്ഞ് കിട്ടും. അടുത്ത മാസം 10-ാം തീയതി കഴിഞ്ഞ് കിട്ടും. അതിൽ നിന്ന് മാറി ഒരു 15-ാം തീയതി 16-ാം തീയതിക്ക് മുമ്പ് ഒരുമിച്ച് ശമ്പളം കിട്ടുന്നത് നല്ലതല്ലേ? പിന്നെ ഏതാണ് സാധിച്ചു കൊടുക്കാത്ത കാര്യം? അവര് ആവശ്യപ്പെടുന്ന ഒരു 10-150 പേരുടെ സ്ഥലം മാറ്റം ചോദിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഇവരാരും ഒന്നും ചോദിച്ചിട്ടില്ല. ഈ സംഘടന ഒരു ചോദ്യം ചോദിച്ചില്ല. അവരുടെ കുറെ നേതാക്കന്മാർക്ക് ഒരു 10-150 പേർക്ക് സ്ഥലം മാറ്റം കൊടുക്കാനുള്ള പറഞ്ഞാൽ അത് പറ്റില്ല. ഇനി വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും. കാരണം മന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ് ഓരോരുത്തർ സ്ഥലം മാറ്റും. ഒരു ഉദാഹരണത്തിന് ഒരിടത്തൊരു പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റും മന്ത്രി പറഞ്ഞ് 3 പേര് അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇനി KSRTC ഇല്ല. ഇവിടെ ഇതിരയിൽ ഡ്രൈവറുടെ ഒഴിവുണ്ടോ? ഡ്രൈവറെ കൊടുക്കും. കണ്ടക്ടർ ഒഴിവുണ്ടോ? കണ്ടക്ടറെ കൊടുക്കും. അങ്ങനെ മാത്രം സ്ഥലം മാറ്റം ചെയ്യാവുമെന്ന് കൃത്യമായി ആ മാനദണ്ഡം പാലിച്ച് ചെയ്യാവുന്ന KSRTC CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പറയുന്ന എല്ലാ കാര്യവും ഒന്നും അനുസരിക്കാൻ പറ്റില്ല. KSRTC ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു CMD വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അത് നടത്തിക്കൊണ്ടുപോകും. നമ്മളെല്ലാത്തിനും കയറി ഇടപെടാം.